ഇന്ന് അന്നേരം നമുക്ക് അടിപൊളിയായിട്ടൊരു നെത്തോലി തോരൻ അങ്ങോട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു കിലോ നെത്തോലി നല്ല രീതിയിൽ വെട്ടി കഴുകി വെള്ളമൊക്കെ ഊറിപ്പോകാൻ വേണ്ടി നമ്മുടെ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് കിടലിനായിട്ട് നമ്മുടെ നെത്തോലി തോരൻ അങ്ങോട്ട് റെഡിയാക്കാം. അന്നേരം നമ്മുടെ നെത്തോലി തോരനിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2-3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 4-5 ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 2-3 കറിവേപ്പില, 4 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ മീനിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം നെത്തോലിയൊക്കെ ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ചേരുവകളും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതൊരു കളറിന് വേണ്ടിയാണ്, അത് കളർ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, 2 നുള്ള് ജീരകം, 1 സ്പൂണ് വെളിച്ചെണ്ണ, 2-3 നുള്ള് ഉലുവാപ്പൊടി, തേങ്ങ, ഏകദേശം 1 അരമുറി തേങ്ങയോളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലൊരു പോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മീൻ വേകാനും പിന്നെ ഒരല്പം ചാറ് രീതിയിലാണ് നമ്മൾ ഈ തോരൻ കൊണ്ട് വെക്കുന്നത്. അതിനനുസരിച്ചുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് ലെവലാക്കി കൊണ്ടിടാം. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 2-3 അല്ലി ചെറിയ കുടംപുളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുടംപുളിയും കൂടെ അതിനകത്തൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കിനി തീയൊക്കെ അങ്ങോട്ട് കത്തിച്ച് നമ്മുടെ മീൻ തോരൻ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ വേവിച്ച് വറ്റിച്ച് കൊടുക്കാം. അന്നേരം എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് സാവകാശം വെന്ത് അങ്ങോട്ട് വറ്റി അങ്ങോട്ട് വരട്ടെ. എന്നാൽ നമ്മുടെ മീൻ തോരനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ട് കൊടുക്കാം. തവിയിട്ടിളക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയുന്ന മീനായതുകൊണ്ട് തവിയിട്ടിളക്കി കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്. ഒരേ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 10 മിനിറ്റ് നേരം അടച്ചുകൊണ്ട് വെക്കാം. ഇനി നമ്മുടെ മീൻ തോരൻ തുറന്നു നോക്കാം. എല്ലാം വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം വെള്ളം കൂടെ ഒന്ന് വറ്റാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അങ്ങോട്ട് വെക്കണം. 5 മിനിറ്റ് കൂടെ വെച്ച് ഇതിൽ ഓഫ് ചെയ്ത് പിന്നെ ചട്ടിയുടെ ചൂടത്ത് നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് അടച്ചു വെക്കാം. എന്നാൽ നമ്മുടെ നെത്തോലി തോരൻ നല്ല തീയിൽ ഓഫ് ചെയ്ത് തണുക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയുടെ ചൂടത്ത് അല്പം കൂടെ ഒന്ന് വറ്റി റെഡി ആയങ്ങോട്ട് വരും. എന്നിട്ട് നല്ലപോലെ തണുത്ത് അതിലേക്ക് ഉപ്പും എരിവും പൊടിയും എല്ലാം കൂടെ പിടിക്കണം മീനിലേക്ക്. അപ്പം നമ്മുടെ നെത്തോലി തോരൻ നല്ല കിടിലൻ തോരനായിട്ട് കൊണ്ട് മാറും. ഇനി നല്ലപോലെ ഇരുന്ന് അവിടെ തണുത്ത് ചേരുവകളെല്ലാം കൂടെ പിടിക്കട്ടെ.